രാജു, ലോകത്തൊരു പെണ്ണിനും സഹിക്കാൻ പറ്റാത്തൊരു തെറ്റാ നീ ചെയ്തത്. അതേ മോനെ, നിന്റെ മനസ്സിൽ ചിലപ്പോ വർമ്മ സാറിനോടുള്ള സ്നേഹവും ആ സ്വത്തുക്കളെല്ലാം നിന്റെ കയ്യിലേക്ക് വരുമോ എന്നുള്ള ഭയവുമായിരിക്കാം. എന്നാ നീ കാണാതെ പോയത് ആ പെൺകുട്ടിയുടെ മനസ്സാ. ആ കുട്ടിയുടെ മനസ്സിൽ നമ്മളെല്ലാരോടും വലിയ സ്നേഹമായിരുന്നു. ആ കുട്ടി ശരിക്കും അവളുടെ വീട്ടിൽ കഴിയുന്നതിനേക്കാളും ഇവിടെ ഉള്ളപ്പോഴാണ് സന്തോഷിച്ചിട്ടുള്ളതെന്ന് നമ്മളോടെല്ലാരോടും ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാ. ഇപ്പൊ നമ്മളെല്ലാരും കൂടെ അതിന്റെ സന്തോഷം തല്ലിക്കെടുത്തിയതുപോലെ ആയില്ലേ? രാജു, എന്താ നീ ഒന്നും പറയാത്തെ? രാജു, നീ ഇപ്പൊ പറഞ്ഞ അച്ഛനും അമ്മയും ഞാനും വരാം. നമുക്ക് വർമ്മ സാറിന്റെ വീട്ടിൽ പോയി സംസാരിക്കാം. വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഇത് ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ആലോചിച്ചെടുത്ത തീരുമാനമാണത്ര. പാവം ഋതിക മാഡം, ഇനി ആ കുട്ടിയുടെ മുഖത്ത് നമ്മളെങ്ങനെ നോക്കും? എന്തു പറഞ്ഞാ കുട്ടിയെ ആശ്വസിപ്പിക്കും? അത് തന്നെ വേണുവേട്ട എന്റെ വിഷമം. മോനെ, നീ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കടാ. മോനെ രാജു, 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 മോനെ, രാജു, നിക്ക്. മോനെ, മോനെ കഥവ് തുറക്ക്. എടാ, കഥക് തുറക്ക്. രാജു, മോനെ, രാജു, രാജു, അമ്മ രാജു, കഥക് തുറക്ക്. രാജു, എടാ, രാജു. പ്രിയ, വേണ്ട, അവനെ വിളിക്കണ്ട. നിങ്ങൾ വാ. അമ്മേ, ഞാൻ ഋതികയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ശരി, വിളിച്ചു നോക്ക്. ആ കുട്ടിയുടെ അവസ്ഥ എന്താണെന്നറിയാലോ. അമ്മ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. നീ ഒന്നോട് വിളിക്കേ. ഇല്ലമ്മേ, കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. വേണ്ട, മനസ്സ് തകർന്നിരിക്കാവോ ആ കുട്ടി. സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലായിരിക്കില്ല. അതുകൊണ്ട് പാവത്തിനെ വിളിച്ച് വിഷമിപ്പിക്കണ്ട. എല്ലാവരും വിളിക്കുന്നുണ്ട്, പക്ഷെ രാജു എന്നെ ഒന്നും വിളിച്ചില്ല. ഇതല്ലേ ഞാൻ ആഗ്രഹിച്ചത്? എല്ലാം വർമ്മ സാറിനോട് തുറന്നു പറയാനല്ലേ ഇത്രയും നാളും ഞാൻ കാത്തിരുന്നത്. എനിക്ക് വിഷമമായെന്നും ഞാൻ കരയാണെന്നും എന്റെ നെഞ്ച് തകരയാണെന്ന് രാജുവിനറിയും. പക്ഷെ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഋതിക മാഡം എന്റെ ജീവിതത്തിൽ നിന്ന് പോയി. ഇത്ര നേരമായിട്ടും രാജു എന്നെ വിളിച്ചില്ല, വിളിക്കുകയില്ല. കാരണം രാജുവിന്റെ മനസ്സിൽ ഞാനില്ലല്ലോ. പക്ഷെ എനിക്ക് എന്താ പറ്റിയേ?
ഞാൻ എന്തിനാ എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പറിച്ചു കളഞ്ഞ ഹൃതിക മേഡത്തെ കുറിച്ച് ചിന്തിക്കുന്ന? ഹൃതിക മേഡം ഇപ്പൊ എന്ത് ചെയ്യായിരിക്കും? ഒന്ന് വിളിച്ചു നോക്കിയാലോ? വേണ്ട, വിളിച്ചാ എന്നോട് ദേഷ്യപ്പെടും, അതുറപ്പാ. പക്ഷെ എനിക്ക് പ്രഷർ താങ്ങാൻ വയ്യ. ഹൃതിക മേഡത്തെ വിളിക്കാം. വേണ്ടായിരുന്നോ? ഹൃതിക മേഡത്തെ വിവാഹം കഴിച്ചിട്ടില്ലെന്ന് വർമ്മ സാറിനോട് ഞാൻ പറയണ്ടായിരുന്നു. ഏയ്, നീ എന്താ രാജു ഇങ്ങനെ ചിന്തിക്കുന്ന? പാടില്ല, ഒരിക്കലും നീ ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഹൃതിക മേഡം വർമ്മ സാറിന്റെ മകളാ. ജനമി വഴിയിൽ ഇനി വഴി പിരിയാം എന്നിനവുകളെ അലിയുമി കരയിൽ അറിയാൻ മതന്നകളെ തരിശോ പൂങ്കാവോ മനസ്സേ ഇരുളിനലയോ അകലെ മറവിൽ തെളിയുമഴകോ ഹൃതിക മേഡം അല്ല, ഞാനാ.
രാജുവിനെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. രാജു ഇനി എന്റേത് മാത്രമായിരിക്കും. എന്താ രാജു, ഋതിക പോയില്ലേ? ഇനി നമ്മൾ ഒന്നല്ലേ? പറയ് രാജു, എനിക്കും കൂടി വേണ്ടിയല്ലേ നീ അവളെ ഉപേക്ഷിച്ചത്? ശ്ശേ, രമ്യ പ്ലീസ് നീ ഒന്ന് നിർത്ത. എന്താ രാജു, എന്തിനാ നീ എന്നോട് ദേഷ്യപ്പെടുന്നേ? അപ്പോ നിനക്കെന്നോട് സ്നേഹമില്ലാന്നാണോ? രമ്യ, ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലാ, ഞാൻ ആകെ ഡിസ്റ്റർബ്ഡാ. നീ ഇപ്പൊ ചെല്ല പോ. രാജു ഉറങ്ങാൻ നോക്ക്, സമയം ഒരുപാടായി. മോളെ, ഋതികേ, നിനക്ക് നല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാം. നമ്മളാരും ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാ രാജുവിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കാവിൽ വെച്ച് രാജു നിന്നെ വിവാഹം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞപ്പോ എനിക്കറിയില്ല, എനിക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു. അപ്പോ നിനക്ക് എന്തുമാത്രം വിഷമമായി കാണുമെന്ന് എനിക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. നിന്റെ ഈ ദുഃഖവും കണ്ണീരും കാണുമ്പോ എനിക്ക് മനസ്സിലാവും രാജുവിനെ നീ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. പക്ഷേ അവൻ നമ്മളെയൊക്കെ കാണുന്നത് ദൈവങ്ങളുടെ സ്ഥാനത്താ മോളെ. ഇത്രയും പക്വതയോടെയും ആദർശത്തോടെയൊക്കെ ഒരു ചെറുപ്പക്കാരന് ചിന്തിക്കാനും പ്രവർത്തിക്കാനൊക്കെ കഴിയുന്നത് ആലോചിക്കുമ്പോ തന്നെ ഞാൻ മനസ്സിലാക്കിയതിനേക്കാൾ ഒരുപാട് മുകളില നമ്മളെയൊക്കെ അവനവന്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അവൻ അങ്ങനെയാ. അവനെ തിരുത്താനോ ഈ ലോകത്ത് ആരെയും തിരുത്താനോ നമുക്ക് അവകാശമില്ല മോളെ. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ മറന്ന് എതിരെ നിൽക്കുന്നവരുടെ വികാരം മനസ്സിലാക്കി അവർക്ക് വേണ്ടാത്തടത്ത് നിന്നും ഒഴിഞ്ഞു മാറുകയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാ എന്നും എനിക്ക് തോന്നിയിട്ടുള്ളത്. നിന്റെ ജീവിതത്തിൽ ഈ സംഭവിച്ചതിനൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഞാനും കാരണക്കാരനാ. ഞാനൊരിക്കലും നിനക്ക് പറയാനുള്ളതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. പ്രായപൂർത്തിയായ മകൾക്ക് മനസ്സിലൊരു പ്രണയം തോന്നിയ അവൾക്കത് അവളുടെ അച്ഛനോട് തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടാവണം. അപ്പോഴേ അച്ഛനത് നല്ലതാണോ ചീത്തയാണോ എന്ന് മകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കൂ. നിന്നെ ഞാൻ ഒരിക്കലും സംസാരിക്കാൻ അനുവദിച്ചിട്ടില്ലല്ലോ. ഒന്നും അച്ഛന്റെ തെറ്റല്ല, എല്ലാം എന്റെ തെറ്റ്. രാജു എനിക്ക് തന്ന പ്രത്യേക പരിഗണനയും കരുതലും എന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. എന്നെ ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് സ്നേഹിക്കുന്ന എന്റെ അച്ഛന്റെ പ്രിയപ്പെട്ടവനെ ഇപ്പോഴും അറിയാതെ
പതിയെ ഞാൻ സ്നേഹിച്ചു പോയി. അച്ഛനോടല്ലെങ്കിൽ ചെറിയമ്മയോടോ ചെറിയച്ഛനോടോ അപ്പനോടോ ആരോടെങ്കിലും ഞാനത് പറയേണ്ടതായിരുന്നു. മനസ്സിലൊരാളോട് ആദ്യമായിട്ട് തോന്നിയ ഇഷ്ടം അയാളും എനിക്ക് തിരിച്ചു തരുമെന്നും അച്ഛന്റെ പ്രിയപ്പെട്ടവന് അച്ഛൻ എനിക്ക് വിവാഹം ചെയ്ത് തരുമെന്നും ഞാൻ സ്വപ്നം കണ്ടു. നീ ആഗ്രഹിച്ചാലും പ്രതീക്ഷിച്ചാലും ഒരു തെറ്റുമില്ല മോളെ. നീ ചിന്തിച്ചത് ശരിയാ. പക്ഷെ നിന്നെ കേൾക്കാനുള്ള മനസ്സ് ഞാൻ കാണിച്ചില്ല. അവിടെയാ തെറ്റ് സംഭവിച്ചത്. സോറി മോളെ. എന്താ ചെയ്ത് അച്ഛൻ എന്നോട് സോറി പറയുന്ന? ഞാനാണ് നിങ്ങൾ എല്ലാവരോടും മാപ്പ് ചോദിക്കേണ്ട. എന്റെ മനസ്സിൽ തോന്നിയൊരു ആഗ്രഹത്തിന് പിന്നാലെ ഈ വീട്ടിലുള്ള എന്നെ സ്നേഹിക്കുന്ന ആരെക്കുറിച്ചും ചിന്തിക്കാതെ ഞാൻ എടുത്തു ചാടി. തെറ്റ് എന്റെ ഭാഗത്ത് അച്ഛ. ഞാന് അച്ഛനോടും രാജുനോടും എല്ലാവരോടും ക്ഷമ ചോദിക്കേണ്ട. ഞാനാ തെറ്റ് ചെയ്തത്. കരയില്ലേ? അച്ഛാ, സമയം ഒരുപാട് ലേറ്റായി. നീ ഉറങ്ങിക്കോ മോളെ. സഹിക്കാനാവാത്ത വിഷമങ്ങൾ കരഞ്ഞു തീർത്താൽ മനസ്സിന്റെ ഭാരം കുറയുമെന്നാ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. നമുക്ക് പ്രിയപ്പെട്ടവരാണെന്ന് കരുതുന്ന എല്ലാവരും നമ്മളെ വിട്ടു പോയേക്കാം. ആ വേദന ജീവിതകാലം മുഴുവനും ചിലപ്പോ നമ്മളെ വേട്ടയാടിയേക്കാം. മുന്നോട്ട് ജീവിക്കുന്ന ഓരോ നിമിഷത്തിലും ഓർമ്മകൾ നമുക്ക് തരുന്ന വേദനകൾ പുതിയ പാഠങ്ങളാക്കി ജീവിക്കാൻ നീ പഠിക്കണം. ഇപ്പൊ നിനക്ക് തരാൻ അച്ഛൻ ഈ ഉപദേശം മാത്രമേ ഉള്ളൂ. മോനെ മോനെ എന്താടാ മോനെ, നിനക്കിത് എന്തു പറ്റി? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല. ദാ കുടിക്കേ. കുടിക്കേ.
ഒരു സ്വപ്നം കഴിയുന്ന പോലെ എല്ലാം കഴിഞ്ഞങ്ങ് തീർന്നു. വീട്ടിലേക്ക് വന്ന ഭാഗ്യദേവത തിരികെ പോയി. ഒരു രാത്രി കൊണ്ട് എല്ലാം ഇല്ലാതായി. രാജു രാജു ഏ? രാജു രതിക മേഡോ രാജു 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 ഋതിക മേഡം അല്ലേ? രാജു കഥക തുറക്ക്. രാജു രാജു മേഡം എന്താ രാധമ്മേ, എന്താ? രാധമ്മേ, എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല രാധമ്മേ. ഞാൻ എങ്ങനെ അവിടെ? എനിക്ക് പറ്റില്ല രാധമ്മേ. മോൾ എങ്ങനെ ഇവിടേക്ക് വന്നതാ? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയതാ രാധമ്മേ. എനിക്ക് എനിക്ക് ഈ വീട് മതി. എന്റെ രാധമ്മയും എന്റെ വേണുവെങ്കിലും നിങ്ങൾ എല്ലാവരും മതി. ഞാൻ അവിടെ പോവില്ല പോവില്ല. മോളെ രാജു ഒന്നും മിണ്ടില്ല. കാരണം രാജുവിന് എന്നെ ഇഷ്ടല്ല. രാജുവിന് എന്നെ വേണ്ട. പക്ഷെ എനിക്ക് രാജുവിനെ വേണം. എനിക്ക് രാജുവിനെ ഇഷ്ടമാണ്. ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് രാജുവിനെയാ.